പട്ടാമ്പി വീട്ടുകാരെല്ലാരും കൂടെ കൂടിയിട്ട് ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അമ്മച്ചി കുറച്ചായി പറയണു ബീച്ചിലേക്ക് പോയിട്ട് കുറേ ആയി എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് അതാണ് പ്ലാന്. അപ്പൊ നമ്മള് ഈ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ചില മിക്സറോ അല്ലെങ്കിൽ ചില സ്വീറ്റ്സ് ഒക്കെ ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്ന പോലെയാണ് ഞങ്ങളെ കൂടുതൽ. ഞാൻ പ്രഗ്നന്റ് ആയതിന്റെ ശേഷം എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ കൂടുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും കൂടും, പക്ഷെ ഇത് മാസത്തിൽ എന്തായാലും കൂടണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. ഇപ്പൊ അത് മാസത്തിലുള്ളത് പോയിട്ട് ആഴ്ചയിലായിരിക്കും. ആഴ്ചയാകുമ്പോൾ നമുക്ക് കൂടണം എന്നുള്ള ആ ഒരു ടെൻഡൻസിയാ. മേലത്തെ ആഴ്ച ഇവിടെ കൂടി, അത് കഴിഞ്ഞ് സുലുവിന്റെ അവിടെ കൂടി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങള് പട്ടാമ്പി വീട്ടിൽ സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒത്തുകൂടി. അങ്ങനെ അതിന്റെ കൂടലിന്റെ മധുരം കൂടി വരികയാണ്. കഴിഞ്ഞ ആഴ്ച സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ അവിടെ കൂടിയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. മറ്റേതൊക്കെ പിന്നെ ഞാൻ വീഡിയോ എടുത്തിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് കൂടല്ല, ഏതെങ്കിലും കൂടലുണ്ടാവുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുക, അതാണ് കേട്ടോ ഉദ്ദേശം. വീഡിയോ എടുക്കണമെങ്കിൽ കൂടണം അങ്ങനെയൊന്നുമില്ലല്ലോ, നമുക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ട്. എന്തായാലും ഇന്നത്തെ ബീച്ച് യാത്രക്ക് വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സാണ് കേട്ടോ. ബീച്ച് യാത്രക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഡ്രസ്സല്ല, ഇത് ഓൾറെഡി ഞാൻ തയ്ച്ചു വെച്ച പുതിയ ഡ്രസ്സ്. ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പ്രാവശ്യത്തെ കൂടുതലും ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ ഫുഡ് ഐറ്റംസുകളാണ് കേട്ടോ. ഞാൻ പക്ഷേ ഒരിളവ് മേടിച്ചിരിക്കുന്നത് ഞാൻ ഫ്രൂട്ട്സ് ആണ് കേട്ടോ കൊണ്ടുപോകണം. പൈനാപ്പിൾ മുളകൊക്കെ ഇട്ടിട്ടുള്ളത് ഉണ്ടാക്കണം. വാട്ടർ മെലനും കട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് തിരക്കുള്ള കാരണം ഇന്നിപ്പോ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാനുള്ള ഒഴിവില്ല കേട്ടോ. അപ്പൊ അത് ആദ്യമേ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിക്കണം ഞാനും. അപ്പൊ ജാസ്മിൻകുട്ടി പറഞ്ഞു ഈ കുട്ടിനെ വെച്ച് ഒന്നും ഉണ്ടാക്കണ്ട അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഒന്നും ഉണ്ടാക്കാതിരിക്കാറില്ല, കാരണം ഓരോരുത്തരും ഉണ്ടാക്കുമ്പോഴാണല്ലോ ഐറ്റംസ് കൂടുക. അപ്പൊ അതുകൊണ്ട് എന്റെ വകന്ന ഈ ഐറ്റംസ് ആക്കാന്ന് വിചാരിച്ചു. ഇക്കാന്റെ വക വാട്ടർമെലൻ കട്ടിങ്. അപ്പത്തിന് ഞാൻ അതിക്ക് വേ മസാല വെക്കട്ടെ. സ്ക്വയർ പീസ് അലുവ കഷ്ണം. പക്ഷെ അതിന് അലുവ കഷ്ണത്തിന് ഉണ്ടാക്കാനുള്ളതില്ല. അപ്പോൾ ഞങ്ങൾ അയിലക്കറി അയില പൊരിച്ചും കൂട്ടി ചോറ് കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് വേഗം ഒരുങ്ങി പുറത്തോട്ട് പോകണം. ചോറുന്നലൊക്കെ കഴിഞ്ഞതാ മാറ്റിട്ടോ. ഈ ഡ്രസ്സ് ഇതിലൊരു മാതിരി പച്ചയാണ്, പക്ഷെ ഇത് നല്ലൊരു കരിയും പച്ചയാണ് കേട്ടോ. ഇങ്ങനെ ഒരു പച്ച ഇത് പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല. ഇങ്ങനെ ഇവിടെ പഫ് വെച്ചിട്ടുള്ള സ്ലീവാണ്. ഇവിടെ അധികം ടൈറ്റ് ആക്കിയിട്ടില്ല, ഒരു കുറച്ചിങ്ങനെ ലൂസ് ആക്കിയിട്ടുള്ളൊരു സ്ലീവാണ്. പിന്നെ എൻ്റെ സ്ഥിരം വീനക്കാണ്, സിബ് ഉണ്ട്. ഇത് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ. പിന്നെ പ്ലെയിൻ മെറ്റീരിയലും അതിൻ്റെ തന്നെ പ്രിന്റും കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രിന്റാണ്. പ്രിന്റ് അല്ല, ബീഡ്സ് വർക്ക്. ഇതിൻ്റെ ലൈനിങ്ങും ഈ ഒരു മെറ്റീരിയലിന്. അപ്പോൾ അതിൻ്റെ അടിയത്തെ ലൈനിങ് മറ്റ് ബീഡ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത്ത്, അതിന് ചെരുപ്പിടട്ടെ, ഫുൾ ലെങ്ത്ത് ഡ്രസ്. പിന്നെ ഇതിൻ്റെ ഷോൾ പ്ലെയിൻ ആണല്ലോ. അപ്പോൾ ഷോളിൻ്റെ അറ്റത്ത് ഞാനിങ്ങനെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ ഒരു എൻഡിങ്ങിന് വേണ്ടി ഒരു ഡാർക്ക് കളറും ഇങ്ങനത്തെ ഒരു മെറ്റീരിയലും ഒക്കെ നമ്മൾ ഇടുമ്പോൾ നമ്മളൊന്ന് സ്ലിം ആയ പോലെ തോന്നിക്കണില്ലേ? ആ മാമൻ്റെ കുട്ടി വാ, ഇതാ യാമിക്കുട്ടി തൊപ്പിയൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങോട്ടാ പോണേ പറഞ്ഞ? ഉണ്ണിയാൽ ബീച്ച്. അമ്മി വാ. ആ കേറിക്കോ ഒറ്റ കേറിക്കോ. ആ ഓക്കെ നിങ്ങള് പോവാ. പപ്പ വേണ്ടേ? യാമി പപ്പ വേണ്ടേ? ആ നമ്മളെ ഐറ്റത്തേക്ക് ഒരു ഐറ്റം കൂടി വേണം, മഞ്ഞ ജിലേബി. ഐറ്റംസ് എണ്ണം കൂട്ടാനുള്ള പരിപാടികളല്ലേ? എന്റെ മോൾക്ക് മഞ്ഞ ജിലേബി നല്ല ഇഷ്ടാ. യാമിക്കുട്ടി ഇതാ പാപ്പുറങ്ങി. യാമിക്കുട്ടി ബീച്ച് സ്റ്റൈലിലൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ഉറക്കത്തിൽ നീച്ചിട്ട്. അങ്ങനെ പട്ടാമ്പി വീട് എത്താനായി. ഗേറ്റ് തുറക്കാൻ പിന്നെ സൂട്ടാപ്പിയ ഓലൊക്കെ ഒരുങ്ങാക്കാര്. നെബിലോട്ടിയുടെ റൂമിൽ എല്ലാരും പൊരിഞ്ഞൊരുക്കത്തില്ല. നെബിലോട്ടിന്റെ ഷോറൂമിലാണ് എല്ലാരും. സുലു പോയോ? കിട്ടേണ്ടത് കിട്ടിയപ്പോ പോയോ? കഴിഞ്ഞില്ലേ? വീഡിയോ കണ്ടിട്ടാ അതൊക്കെ കഴിഞ്ഞാൽ ഞാനെന്താ ട്രാവലർ വന്നു. അങ്ങനെ ഞങ്ങളെ വണ്ടി വന്നു. ഞങ്ങൾ ഒരിക്കൽ അതാ ഉണ്ണിക്കുട്ടൻ്റെ എല്ലാരും ഏകദേശം ബീച്ച് വൈബ് ആയിട്ടൊക്കെ ഒരുങ്ങിയിട്ട് ട്രഡീഷനിലാണ്. ഇതിൽ ഏറ്റവും സുന്ദരന് ഞാനാണ്. ഞാൻ
പറയുന്നത് കാണാനില്ല കുറേ ആൾക്കാർ കമ്പ്യൂട്ടർ കുറേ ജാസ്മിന്റെ മോനാണ് തട്ടി തട്ടിയിട്ട് നടക്കാൻ വയ്യ. ഇതാണ് ഡ്രസ്സാണ്. ഞാൻ ബീച്ചിലേക്കായിട്ട് പോകും. പെൺകുട്ടികൾ മാത്രം നോക്കാം, അല്ലാണ്ട് കടലിൽ അങ്ങനെ എല്ലാവർക്കും മഴ വീശാൻ പറ്റുമോ? ചെറിയ 2 നീലത്തിമിംഗലത്തിനെ പിടിക്കണം. നീലന്നെ വേണല്ലേ? ഉണ്ടാക്കി പോവാ. എൻജോയ് എൻജോയ്. നോക്കട്ടെ, നേരെ വെള്ളം നിക്കുള്ളൂ. നനയാനായിട്ടില്ല ഗായ്സ്. ചായ നീ എന്ത് കവറ കൊണ്ടിരിക്കണേ? അല്ലാ, എന്റെ സായിക്കുട്ടി യാമിക്കുട്ടിനെ എന്താ കൊടുത്തോ? എന്താണ്? അമ്മച്ചിക്ക് കടല് കാണുന്ന കൊറേ ചെയ്ത സിനിമ അതന്നെ നന്മ ചെയ്ത പിന്നെ ഓൾക്കുള്ള ഞങ്ങളിതങ്ങനെ 5 പെൺമക്കളാണ്. കാലത്ത് ഇങ്ങനെ 5 പെൺമക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ബേജാറൊന്നുമില്ല. പക്ഷെ അന്ന് ബേജാറുള്ള കാലത്ത് എല്ലാവരും മൂക്കത്ത് വല്ല വയ്ക്കും, 5 പെൺകുട്ടികളോ ആൺകുട്ടികളില്ലേ. അന്ന് ഞങ്ങളെ പാപ്പാക്കും ഉമ്മാക്കും യാതൊരു ബേജാറും കണ്ടിട്ടില്ല കേട്ടോ. അന്നും ഇല്ല ഇന്നും ഇല്ല. അല്ലെങ്കിൽ കുറേ ആൺകുട്ടികളുണ്ടായി കുറേ പെൺകുട്ടികളുണ്ടായി എന്ന് വിചാരിച്ചിട്ടൊന്നല്ല നമ്മളെ ജീവിതം നന്നാവേണ്ടത്. നമ്മളെ മനസ്സിൻ്റെയും നമ്മുടെ ജീവിത രീതിയൊക്കെ പോലെ ഇരിക്കും. അവള് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ആങ്ങളെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾക്കും തോന്നിയിട്ടില്ല. അതിൻ്റെ ഒരു കുറവ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 5 ആളെയും കല്യാണം കഴിപ്പിച്ചയക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വാപ്പ ആരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടുമില്ല, ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുമില്ല. അൽഹംദുലില്ലാ. ജാസ്മി കുട്ടിക്ക് മോനെ കൂട്ടിയിട്ട് മോനെ നമുക്കൊന്ന് കടപ്പുറത്തേക്ക് പോയിരിക്കുക ഒന്നും പറഞ്ഞു പോകാൻ പറ്റൂല. സദാചാരക്കാർ പിടിക്കും. അമ്മയും മോനെയാണെന്നൊന്നും നോക്കൂല. അതന്നെ അതാ യാമി നനഞ്ഞ് വഴി കാണിച്ച പോലെ നേരത്തെ തന്നെ കള്ളി വന്നോണ്ട് വന്ന് ഇവിടെ അധികം തിരക്കില്ല. ഫോട്ടോ എടുക്കലും വീലെടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഫുഡ് കഴിക്കൽ ആൾക്കാർ വരും. ഇനി അടുത്തത് ഫുഡ് കഴിക്കൽ സെക്ഷനാണ്. ഞങ്ങളെ ഫുഡൊക്കെ എടുക്കാൻ ഒരു പറ്റിയ ആൾക്കാരാണ് പോയിട്ടുണ്ട്. ഉണ്ണിമോൻ ലൊക്കേഷൻ ഇവിടെ വരച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലാണ് ഞങ്ങൾ ഇരിക്കാൻ പോണത്. വലിയ ഇത് കൊടുന്നതാ, പക്ഷെ കടലിലേക്ക് വന്നേക്കുമ്പോ അത് ചെറുതായി. ഓരോരുത്തരും ഇരിക്കേ ഇങ്ങനത്തെ എസ്തെറ്റിക്കായി ഡെക്കറേറ്റ് ചെയ്യാം. വീഡിയോ എടുക്കട്ടെ. കവറ് പോയപ്പോ ഇതിന്റെ പിന്നാലെ ഓടിയതാ. ഇവിടെ എല്ലാ ആള് അവിടെ എത്തി. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ആ പോണ്. ആ കിട്ടി കിട്ടി കിട്ടി. എന്തായാലും പാത്രമൊക്കെ നല്ല ഉഷാറാക്കി തന്നു.
ചെറിയ തിമിംഗലത്തിനെ കിട്ടുമോ നോക്കാൻ, അല്ലെങ്കിൽ ചെറിയൊരു സ്രാവിന്റെ കുട്ടിയെങ്കിലും ആണല്ലേ. നമ്മളെ ഭീഷണി ഞാൻ ഉണ്ടെന്നൊന്ന് കാണട്ടെ. കടലിൽ വന്നോളം കണ്ടോ ഇതിലോട്ട് സൂര്യ എല്ലാവരും അങ്ങോട്ട് കടലിന്റെ ആഴത്തട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. സൂര്യാസ്തമയം ഇതൊക്കെ കാണാല്ലേ. ഡ്രസ്സൊക്കെ പൊളിഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ ആൾക്കാർ ആരുണ്ട്, ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള കടല്. അവരൊക്കെ അവിടെ കേട്ടോ വെള്ളത്തില്. ഞാൻ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല, കാരണം ഞാൻ നോക്കുന്നില്ല. ഒരുവിധം ഞങ്ങള് കടലിൽ കഴിഞ്ഞ് കരക്ക് കേറി യാമിക്കുട്ടിനെ കോപിക്കുട്ടിയാക്കി ഒരുക്കി. യാമിക്കുട്ടിയൊക്കെ ആകെ കോലം മാറിക്കൊണ്ടോ. ഞങ്ങളെല്ലാം ഭാരങ്ങൾ താങ്ങി ഞങ്ങൾ പോവുകയാണ്. സുലേഖക്ക് നല്ലൊരു ഭാരം കൊടുത്തു നമ്മള്. പൂത്തൊക്കെ കഴിഞ്ഞ് പോരും പോലെ പൂരം കഴിഞ്ഞ് കുട്ടികളുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലൊന്നും മൊത്തത്തിൽ എടുക്കുക, കാരണം കുട്ടികൾ ഇല്ലാത്ത കുട്ടികളെ വീഡിയോ കണ്ടിട്ട് നമുക്ക് നോക്കാലോ ആരും കിട്ടാത്ത ആരൊക്കെയാണെന്നുള്ളത്. യാമി നല്ല വിലസില് വിലസിക്കണു വെച്ചാ അല്ലേ ചെയ്യാം.